ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ മുട്ടക്കറി നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഞാൻ വലിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ 2 ചെറിയ ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ സവാളയാണ് നമ്മൾ ആദ്യം വഴറ്റിയെടുക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ആ സവാളയിലേക്ക് നമുക്ക് ആ പച്ചമുളകും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ഒന്ന് സ്മൂത്തായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. ഇനി ഇത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 കരയാമ്പൂ, ഒരു ചെറിയ ഏലക്ക, 3 കഷ്ണം പട്ട, ഇവ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് വെള്ളമെല്ലാം ഇച്ചിരി വറ്റി കാണും. അപ്പോഴേക്ക് നമുക്ക് ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റിനകം തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് വെന്ത് കിട്ടും. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് അല്പം കൂടി ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്കൊരു താളിപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അല്പം വെളിച്ചെണ്ണയിൽ 2-3 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കോമ്പിനേഷനാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.